എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം SSLC പരീക്ഷാ റിസൾട്ട് വന്നു. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെയും വളരെ കൗതുകത്തോടു കൂടിയും എല്ലാവരും നോക്കിക്കാണുമ്പോൾ തോരാത്ത കണ്ണുനീരുമായി ഒരു വാപ്പയും ഉമ്മയും, അതെ, ഷഹബാസിൻ്റെ ഉമ്മയും വാപ്പയും. താമരശ്ശേരി ഷഹബാസിൻ്റെ വീട് ഒരു കണ്ണീർ കടലായി മാറി. 2 മാസങ്ങൾക്ക് മുമ്പാണ് ഷഹബാസിനെ സഹപാഠികൾ ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത്. ആ സമയത്ത് IT പരീക്ഷ മാത്രമാണ് ഷഹബാസിന് എഴുതാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ IT പരീക്ഷയിലാകട്ടെ ഷഹബാസിന് A+. ബാക്കി പരീക്ഷകളൊന്നും എഴുതാൻ കഴിയാതെയാണ് ആ മകൻ നമ്മെ എല്ലാവരെയും വിട്ട് പോയത്. നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഷഹബാസ്. ഇപ്പോൾ IT വിഷയത്തിൽ മാത്രം A+, അതല്ലെങ്കിൽ അവന് എല്ലാ വിഷയങ്ങളിലും A+ നേടി വീട്ടുകാർക്കും നാട്ടുകാർക്കും അഭിമാനമായി മാറാവുന്ന ഒരു കുട്ടിയായിരുന്നു. എന്നാൽ പരീക്ഷാ റിസൾട്ട് വന്നപ്പോൾ IT പരീക്ഷയിൽ മാത്രം A+ വാങ്ങുകയും ബാക്കി എല്ലാ സബ്ജക്റ്റിനും ആബ്സെൻറ്റുമായിട്ടാണ് ഷഹബാസിൻ്റെ മാർക്ക് ലിസ്റ്റ് പുറത്തു വന്നിട്ടുള്ളത്. ഈ മാർക്ക് ലിസ്റ്റ് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വളരെ നോവായി മാറുകയാണ് ഷഹബാസ്. ഷഹബാസിൻ്റെ വീട്ടുകാർക്ക് എല്ലാം ക്ഷമിക്കുവാനുള്ള ധൈര്യം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം തന്നെ ഷഹബാസിൻ്റെ സഹപാഠികളുടെ മാർക്കും അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. കാരണം ഇത്രയും വിഷമഘട്ടത്തിലൂടെയാണ് ആ സഹപാഠികൾ പോയി എക്സാം എഴുതിയിട്ടുള്ളത്. അവർക്ക് വിചാരിച്ചൊരു മാർക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. ഇതുപോലെ തന്നെ ചൂരൽമലയിലെ കുട്ടികളും ഉറ്റവരെയും സഹപാഠികളെയും എല്ലാവരെയും നഷ്ടപ്പെട്ട് അവരും ഈ പരീക്ഷ എഴുതിയത് വളരെ വിഷമഘട്ടത്തിലൂടെ കടന്നുപോയിട്ട് തന്നെയാണ്. ഉറ്റവരെയും സഹപാഠികളെയും നഷ്ടപ്പെട്ട അവരുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ഒരു രക്ഷിതാവെന്ന നിലയിൽ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വേവലാതിയുണ്ട്. ഷഹബാസിൻ്റെ ഉപ്പ അവരെ കൊന്നവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നിയമ പോരാട്ടത്തിലാണ്. അതിൽ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ ഇനി ഒരു കുട്ടിയും ഒരു സഹപാഠിയുടെയും ക്രൂര വിനോദത്തിന് പാത്രമാവാതിരിക്കുകയുള്ളൂ. ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം തടഞ്ഞു വച്ചിരിക്കുകയാണ് സർക്കാർ. ഇത് വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. ഇതൊന്ന് കേട്ടു നോക്കാം. അന്നത്തെ ബോർഡിൻ്റെ തീരുമാനമനുസരിച്ച്, ജുവനൈൽ ബോർഡിൻ്റെ തീരുമാനമനുസരിച്ച് പരീക്ഷ എഴുതുവാൻ വേണ്ടി അനുവാദം കൊടുത്തുവെങ്കിലും അവർ ചെയ്ത അതീവ ഗൗരവമായ കുറ്റകൃത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവ പരിഗണിച്ചുകൊണ്ട് ആ കുട്ടികളുടെ റിസൾട്ട് 3 വർഷത്തേക്ക് ആ കുട്ടികളെ ഡീബാർ ചെയ്യുവാൻ ബോർഡ് തീരുമാനിക്കുകയും അത് സർക്കാരിനെ അറിയിക്കുകയും അവരുടെ റിസൾട്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. SSLC പരീക്ഷാ ഫലം വന്ന ദിവസം വീണ്ടും നോവായി ഷഹബാസ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ആർക്കും, ഇനി ഒരു കുട്ടിയും ഇങ്ങനെ ജീവൻ പൊലിയാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.